വിരോധിക്കുന്ന കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇന്നത്തെ സംഭവത്തിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. താങ്കൾ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ഈ സൗകര്യങ്ങൾ ഒരുക്കാതെ ഭക്തരോട് എന്തിന് ഈ ദേവസ്വം ബോർഡ് ആവർത്തിച്ച് ക്രൂരത കാണിക്കുന്നു? നമസ്കാരം. കേൾക്കാം, പറഞ്ഞോളൂ. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഈ കൊല്ലത്തെ ഭക്ത ജനസമൂഹത്തോട് കാണിച്ച ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. തിരുമുല്ലാവാരം ക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. പിതൃക്കൾക്ക് ബലി അർപ്പിക്കാൻ വേണ്ടി നിരവധി ദിവസങ്ങളായി വ്രതം നോറ്റുകൊണ്ട് വരുന്ന അമ്മമാരും സഹോദരിമാരും അടക്കമുള്ളവർ ഏതാണ്ട് പുലർച്ചെ 1 മണി മുതൽ തന്നെ ക്യൂ നിന്ന് 3 തരത്തിലാണ് ക്യൂ നിൽക്കേണ്ടി വന്നത്. ഒന്ന്, ആദ്യം അവരുടെ ആ കൂപ്പൺ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ. രണ്ടാമത് ബലിപ്പുരയിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ. മൂന്നാമത് ബലി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ. അപ്പം ആഹാരം പോലും കഴിക്കാതെ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോലും ബലിയിടാൻ കഴിയാതെ തിരിച്ച് പോകേണ്ടി വന്നു. കാലാകാലങ്ങളായി അവിടെ നിരവധി സന്നദ്ധ സംഘടനകൾ ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് വളരെ സഹകരണത്തോടുകൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം മറ്റ് സന്നദ്ധ സംഘടനകളെ ഒന്നും അടുപ്പിക്കാതെ തീർത്തും ഏകപക്ഷീയമായി ദേവസ്വം ബോർഡ് തന്നെ ഇത് കൈകാര്യം ചെയ്യും എന്ന വാശി കാണിച്ചുകൊണ്ട് കേവലം സാമ്പത്തിക ലാഭം മാത്രം നോക്കിക്കൊണ്ട് ഈ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നത്, 100 രൂപ കൂപ്പൺ വാങ്ങിയിട്ട് ബലിയിടാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം കൂപ്പൺ എന്നുള്ള നിലയിൽ 75 രൂപയാണ് വാങ്ങിയിരുന്നത്. ഇപ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടന ഏതാണ്ട് 3 സംഘടനകൾ മാത്രമാണ് കോടതിയിൽ പോയി സന്നദ്ധ സംഘടനകൾക്ക് അനുകൂലം ആ സംഘടനകളോട് പറഞ്ഞത് 2024 സ്ഥിതി തുടരണമെന്നാണ്. അതുപോലും അവർ തയ്യാറാകാതെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് 3 സാംസ്കാരിക സംഘടനകൾക്ക് ഇതിന് വേണ്ടുന്ന ബലിതർപ്പണം ഇടാനുള്ള അനുവാദം ദേവസ്വം ബോർഡ് കൊടുത്തത്. ഒരുപക്ഷെ ആ 3 സംഘടനകളും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ദുരന്ത ഭൂമിയായി ഒരുപക്ഷെ തിരുമുല്ലവാരം ക്ഷേത്ര അല്ലെങ്കിൽ ബലിതർപ്പണ മൈതാനിയൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉള്ള വെല്ലുവിളിയായിട്ട് ആണ് കാണേണ്ടത്. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത്തരത്തിൽ നിരുത്തരവാദമായ ഒട്ടനവധി കാര്യങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാരണമാണ് ഇത് തന്നെ. അപ്പോൾ നമുക്കറിയാം, പതിനായിരക്കണക്കിന് പേരാണ് അവിടെ ബലിയിടാൻ എത്തുന്നത്. അവർക്ക് അറിയാം, ഇന്നത്തെ പ്രത്യേക പ്രകൃതിയുടെ കാലാവസ്ഥ മഴയാണ്. അപ്പോൾ 10,000-കണക്കിന് പേർ എത്തുന്ന ആ സ്ഥലത്ത് 500 പേർക്കെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നതെങ്കിൽ ഒരു 10, 100, 200 പേര് കയറിയാൽ തന്നെ തിക്കും ഞെരുക്കും ഉണ്ടാകുന്ന ഷെഡ്, അവിടെയാണ് ഇതിനുള്ള ഒരു സൗകര്യങ്ങൾ അവർ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ അനാസ്ഥയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത്. ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ. ഇതിന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ശക്തമായ നിയമ നടപടി കൂടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എസ് പ്രശാന്ത് പ്രതികരിച്ചതിന്.